വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ കോർപ്പറേഷൻ പരീക്ഷയ്ക്ക്, അതായത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് കോർപ്പറേഷൻ പാർട്ടെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എക്സാംസിന് നല്ലൊരു മാർക്ക് നേടാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ. താഴെ തന്നിട്ടുള്ളതിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ അല്ലാത്തത് ഏതാന്നുള്ളതാണ്. ഈ ചോദ്യം തന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അതായത് ഓപ്ഷൻ അടക്കം നമുക്ക് എന്താണ് അതേ സെയിം പോലെ വന്ന ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, വളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആദ്യത്തെ ഒരു നോട്ടത്തിൽ മനസ്സിലാവും ഇതിലെല്ലാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലേ എന്നുള്ളത്. പക്ഷെ മൈന്യൂട്ട് ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പ്രിൻസിപ്പിളാണ്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്, വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, വളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് എന്നാണ്. അപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉള്ളത്. പക്ഷെ എന്താണ്, നമുക്ക് തെറ്റിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലാത്തത് വളണ്ടറി ആൻഡ് ക്ലോസ്ഡ് മെമ്പർഷിപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബുക്ക് കോപ്പറേറ്റീവ് ഡെമോക്രസി ഈസ് റിട്ടേൺ ബൈ. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്നുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ കൊട്ടേഷൻസും ബുക്സും ബുക്ക് ആൻഡ് ഓതർ ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ബുക്സൊക്കെ CSEB സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബുക്കും ഓതറും ഉണ്ട്. അതിലുള്ള ഒരു ചോദ്യമാണ് ഇത്. ദ ബുക്ക് കോപ്പറേറ്റീവ് ഡെമോക്രസി ഈസ് റിട്ടേൺ ബൈ. കോപ്പറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ് എന്നാണ്. JB വാർബേസ്, ചാൾസ് ഗൈഡ്, DR ഗാഡ്ഗിൽ, നൺ ഓഫ് ദീസ്. നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡെമോക്രസി ആയിട്ട് എന്താണ് നമ്മൾ ഒരു ക്ലൂ അടക്കം പഠിച്ചതാണ്. ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള എന്താണ് വാറും ഡെമോക്രസിയും. അപ്പൊ JB വാർബേസിന്റെ പുസ്തകമാണ് കോപ്പറേറ്റീവ് ഡെമോക്രസി എന്നുള്ളത്. പിന്നെ ദ റിമാർക്ക്, ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഇത് ആരുടെ കൊട്ടേഷൻ ആണ് എന്നാണ്. മെഗ്ലഗൻ കമ്മിറ്റി, VL മേത്ത, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, AD ഗോർവാല. ആരുടെ കൊട്ടേഷൻ ആണ്? ഇതും സ്ഥിരമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിന്റെ കൊട്ടേഷൻ ആണ്. ഇഫ് കോർപ്പറേഷൻ ഫെയിൽ ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്നുള്ളത്. ഇപ്പോൾ കൊട്ടേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബുക്ക് ആൻഡ് ഓതർ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നബാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരം ചോദ്യം നമ്മളുടെ CSEB എക്സാമിന് വരാറുണ്ട്. ഒന്ന് നബാർഡിന്റെ ആക്ട് വരാറുണ്ട്, നബാർഡ് ഫോം ചെയ്ത ഇയർ വരാറുണ്ട്, ഡേറ്റ് സഹിതം വരാറുണ്ട്, നബാർഡ് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഫോം ചെയ്തതെന്ന് വരാറുണ്ട്. പിന്നെ വരുന്നൊരു ചോദ്യമാണ് ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ആരാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്നുള്ളത്? ആരാണ്? ഒരു റൂറൽ എന്ന് നമ്മളുടെ ചോദ്യത്തിലുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, അവിടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതാണ്? നബാർഡാണ്. അപ്പോൾ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് നബാർഡാണ്. അപ്പോൾ നമ്മളുടെ CSEB എക്സാം നമുക്ക് വല്ലാതെ വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ CSEB എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, കട്ട് ഓഫ് മാർക്ക് എങ്ങനെ മറികടക്കാം, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഒരു 60 ഒക്കെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെങ്ങനെ 60+ നേടാം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ പ്രസക്തി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമ്മളൊരു ഫ്രീ വെബിനാറുമായിട്ട് വരികയാണ്. ഏപ്രിൽ 25-ാം തീയതി രാത്രി 9 മണിക്കാണ് വെബിനാർ. അപ്പോൾ വെബിനാറിൽ നമ്മൾ കൂടുതൽ ട്രിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് വാസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. നമ്മുടെ കമ്മിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 10-75ഓളം കമ്മിറ്റീസ് നമുക്ക് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ മുതൽ നമുക്ക് എന്താണ് ലാസ്റ്റ് നമ്മളുടെ കേരള ബാങ്കിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് വരെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഓരോ കമ്മിറ്റീസിൻ്റെയും റെക്കമെൻഡേഷൻസും ചോദിക്കാറുണ്ട്. കമ്മിറ്റി പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, കമ്മിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും എന്താണ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്,
അതും ചോദ്യം വരാറുണ്ട്. കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്ത ആരാണ്, എന്താണ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ചെയർമാൻ ആരാണ്, ചെയർമാൻ്റെ പേരിലാണ് അധിക കമ്മിറ്റീസും അറിയപ്പെടുക, ചെയർമാൻ ആരാണ്, മറ്റു മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ മറ്റ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പരീക്ഷയ്ക്ക് വന്നതാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് വാസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? AD ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. നെക്സ്റ്റ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പിന്നെ ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? നമുക്ക് അറിയാം, ഒരുപാട് കാലം നീണ്ടു നിന്ന ഒരു പ്രൊജക്റ്റാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത്. നമ്മളെ ഡയറി സൊസൈറ്റീസും ഒക്കെ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർഗീസ് കുര്യനെ പോലുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന വർഗീസ് കുര്യനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ചെയർമാൻ ഓഫ് കേപ്പ്. കേപ്പിന്റെ ചെയർമാൻ ആരാന്നാണ്? കേപ്പിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ഈ ഒരു കോർപ്പറേഷൻ മേഖലയിൽ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻ സബ്ജക്റ്റിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ എന്താണ്, ഇനിയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ CSEBയുടെ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് നമ്മൾ CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ച്വൽ അനാലിസിസോട് കൂടിയിട്ടാണ് നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈവ് സെഷൻസും റെക്കോർഡഡ് ക്ലാസ്സസും ഡിസ്കഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്